സീരിയലുകാരൻ തന്നെ മെനയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അച്ചായനെ കണ്ടപ്പോൾ ഈ പുള്ളിക്കാരൻ നെഞ്ചത്തൊരു വലിയ കുരിശ് വിട്ടുകൊണ്ട് നടക്കുക. നെഞ്ചത്ത് ഇതെന്നാ വെച്ചാൽ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടേക്കുന്നത്. ഉപദേശിക്ക് അറിയത്തില്ലേ കുരിശ് കണ്ട പിശാച് ഓടുമെന്ന്? അത് ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നു? ഞാൻ ഇത്രയും കാലം വായിച്ചിട്ട് കണ്ട് ബൈബിളിലല്ല ഉപദേശിച്ച് സീരിയൽ കാണണമെന്ന്. ഉപദേശിച്ച് സീരിയൽ കാണാത്തതുകൊണ്ടാണ്. അതിന് സീരിയൽ കാണണം. പിശാജ് ഇങ്ങനെ പുകച്ചു പാടി വരുമ്പം അച്ഛൻ കുരിശെടുത്ത് കാണിക്കുമ്പോൾ പിശാജ് അലറിക്കൊണ്ട് ഓടുക. അപ്പം ഈ പുള്ളിയുടെ പാവപ്പെട്ടവൻ്റെ മനസ്സിൽ പതിഞ്ഞു കുരിശ് കണ്ട പിശാജ് അടുക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പറ. സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമൻറ്റിൻ്റെ കുരിശ്, എല്ലാ കുരിശും അവിടെ ഇരിപ്പുണ്ട് പൊക്കത്തിൽ. അങ്ങനെയാണെങ്കിൽ പിശാജിൻ്റെ പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കണ്ട? പോയാലോ? 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞത് വഴി പോവുകയല്ലേ. അപ്പോഴാണ് ഈ മനുഷ്യൻ ഇത്തിപ്പോന്നും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന പിശാച് ഓടുന്നത്. മെനകേട് നോക്കണേ, സീരിയലുകാർ ഉണ്ടാക്കി വെച്ച മെനയാ. അപ്പം ഇതുപോലെ ഒത്തിരി മെനകേട് സീരിയലുകാരൊക്കെ ഉണ്ടാക്കി വെച്ച കുടുംബങ്ങളൊക്കെ ഇപ്പോൾ തകരുവാന്നാണ് പറയുന്നത്. പോട്ടെ, എന്തായാലും ഇരിക്കട്ടെ. അപ്പം ഇതുപോലെ ഒന്നാണ് ഈ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ ഇങ്ങനെ സാരി ഉടുത്തുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുണ്ടാക്കി വെച്ച മെനയാ.